എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കുഞ്ഞു കാര്യമാണ്. ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ട്രിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, നിങ്ങൾക്ക് ഇവിടെ ആഡ് കീവേഡ് ആക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് കിട്ടാതെ. ഓൾറെഡി ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓൾറെഡി ആക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇവിടെ ഓഫ് ലൈൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് കണ്ട, ഈ സാധനം ചെയ്തിട്ടുണ്ട്. ഓഫ് ലൈൻ കൊണ്ട് ഇതുണ്ട്. ഹലോ എന്ന് വേണമെന്നില്ല. ഓഫ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കീവേഡ്. ഇനി അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ട, ഓഫ് ലൈൻ കണ്ടെയ്ൻസ് എന്നാണ് അർത്ഥം. അത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓഫ് ലൈന് ഞാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട്സ് ഓൺ മൺഡേ. ഇപ്പൊ നിങ്ങൾ എനിക്ക് ആ നമ്പറിലേക്ക് ഓഫ് ലൈൻ എന്നുള്ള ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട്സ് ഓൺ മൺഡേ എന്ന് പറഞ്ഞ മെസ്സേജ് ആയിരിക്കും വരാം. കാരണം ആ മെസ്സേജിൽ ഓഫ് ലൈൻ ഉണ്ട്. ക്ലിയർ ആയോ? അതാണ് അവിടെ ട്രിഗർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആ മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കണ ബാനറും ഉണ്ട് ഇവിടെ. കണ്ടോ, ഈ ബാനർ നമുക്ക് അയച്ചു കൊടുക്കാം. ക്ലിയർ? ഇപ്പൊ ഈ ബാനർ വേണമെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പൊ ഓഫ്ലൈൻ്റെ ആണെങ്കിൽ ഓഫ്ലൈൻ്റെ ബാനർ കൊടുക്കാം. എസ് അടിക്കുക. ഓൾറെഡി ദിസ് റിപ്ലൈ മെറ്റീരിയൽ ഈസ് യൂസിങ് നൗ എന്ന് പറഞ്ഞു കേട്ടോ. അത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാലും മതി. ഇവിടെ റിപ്ലൈ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് എടുത്ത് മാറ്റിയാലും മതി. ഇപ്പൊ അവിടെ നിന്ന് റിമൂവ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനിവിടെ ഇവിടെ കീവേഡ്സ് ആഡ് ചെയ്തേക്കാണ്. ആഡ് കീവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വേർഡ് കൊടുക്കാം. ആ വേർഡ് കണ്ടെയ്ൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു, നമുക്ക് ഇതുപോലത്തെ മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ആ മെസ്സേജ് അയക്കുമ്പോൾ ടെക്സ്റ്റ് വിടാം, ഇമേജ് വിടാം, ഡോക്യുമെന്റ് വിടാം, വീഡിയോ വിടാം, ഇഷ്ടമുള്ള സാധനം അയച്ചു കൊടുക്കാം. ആ ഓഫ്ലൈൻ എന്ന് പറയണത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് സേവ് ചെയ്തു, ഇവിടെ അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ നമ്പറിലേക്ക് മുകളിലേക്ക് ഒരു നമ്പറിലേക്ക് ഒരു മെസ്സേജ് വിടാമോ, വെൻ ദ നെക്സ്റ്റ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട്സ്. അപ്പൊ ആ നിങ്ങൾ അയച്ചിരിക്കുന്നതിൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പൊ ആ ടേം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണു, ആ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സാധനം ട്രിഗർ ചെയ്യും. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഒന്നുകൂടി ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് റൂൾസ്. ഓക്കെ, എവിടെയാണ്? ആ, ഓട്ടോമേഷൻ കീവേഡ് ആക്ഷൻ എടുക്കാം. ഇനി ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ആഡ് കീവേഡ് ആക്ഷൻ കണ്ടോ. ഞാനിവിടെ വേണമെങ്കിൽ ആഡ് കീവേഡ് എനിക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് ഓഫ് ലൈൻ. ഓഫ് ലൈൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ഞാൻ കൊടുത്തു. ഓഫ് ലൈൻ ആഡ് ചെയ്തു. അപ്പോൾ ഓഫ് ലൈൻ എന്ന് പറഞ്ഞ ഒരു കീവേഡ് വന്നു. അതെന്ത് ചെയ്യണം, മാച്ച് കണ്ടെയ്ൻസ് കണ്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാണ്. അത് എന്ത് കഴിഞ്ഞാൽ എന്ത് മെസ്സേജ് എനിക്കിതൊക്കെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഈ സാധനം അയച്ചു കൊടുക്കണം കേട്ടോ. സെലക്ടഡ് മെറ്റീരിയൽ ഓഫ് ലൈൻ ആണെങ്കിൽ ഈ മെസ്സേജ് പോകും. അതുപോലെ തന്നെ ഇമേജസ് ഉണ്ടാവും, ഈ ഇമേജ് പോകും, ഈ ടെക്സ്റ്റ് പോകും കണ്ടോ. എന്നിട്ട് അതിന് സേവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ച്, ഈ മുകളിൽ ടോപ്പ് റൈറ്റിലേക്കുള്ള മെസ്സേജ് അയക്കാമോ? മെസ്സേജ് അയച്ചോ? ഇപ്പൊ നോക്കിയോ കണ്ടോ, നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട്സ് ഓൺ മൺഡേ. ക്ലിയർ ആയോ? സുഹേർ ഹായ്ക്ക് വരെ ഓഫ്ലൈൻ നയിക്കാം. ഓഫ്ലൈൻ അയക്കാം. ഓഫ്ലൈൻ അയക്കുമ്പോൾ അത് കൃത്യമായിട്ട് വരാം. ഇമേജ് ഒന്നുമില്ലല്ലോ. ആ ഇമേജ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഞാനതിപ്പോ നോക്കാൻ പോണത് തന്നെയാണ്. ഇമേജ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഓട്ടോമേഷൻ
എഡിറ്റ് ഓഫ്ലൈൻ കണ്ടെയ്ൻസ് ഇത് വിട്ടു. ഇനി അടുത്ത ഇമേജ് എടുക്കുക. ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് കണ്ട, സേവ് അടിക്കാം. കണ്ട ഇവിടെ കണ്ട റിപ്ലൈ മെറ്റീരിയൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, ഇമേജും പോവും. മനസ്സിലായോ? ട്രിഗർ ചെയ്തേക്കാണ് കണ്ടോ, ട്രിഗേർഡ് 2 രണ്ടെണ്ണാണ്, ഇത് രണ്ടെണ്ണാണ് പോണേ. ഒന്ന് ഓഫ്ലൈൻ്റെ ഒരു ഹെഡിങ് അത് പോവും, അതുപോലെ ഈ മെസ്സേജ് പോവും. കണ്ടെയ്ൻസ് ചെയ്താൽ ഈ രണ്ടും കൂടി പോവും. ഇനി നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു നോക്കിയേ. ഓഫ്ലൈൻ നിങ്ങൾക്ക് ഒരാൾ അയച്ചപ്പോൾ തന്നെ റിപ്ലൈ വരും, വന്നോളൂ. ഒന്നും കൂടി അയക്കുക, ഒന്നും കൂടി ഓഫ്ലൈൻ അയച്ചു. സാർ വന്നു. ഒന്നാ ജിൻഷയ്ക്ക് വന്നു വേണ്ട. ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ കോൺഫിഗർ ചെയ്യാം. എങ്ങനെ? അത് നിങ്ങൾക്ക് പെയ്ഡ് വെർഷനെ കിട്ടുള്ളൂ കേട്ടോ. ഓട്ടോമേഷൻ എന്താണ് ഓട്ടോമേഷൻ എന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. ഇതാരെ ശ്രുതിയാണോ? അതെ സാർ. ഇതെന്താ നിങ്ങൾക്ക് കിട്ടാത്ത? ആർക്കൊക്കെ കിട്ടണില്ലല്ലോ. എനിക്ക് കിട്ടിയില്ല. അതെന്താണ് ഞാൻ ആലോചിക്കണത്. ഓഫ്ലൈൻ ബാച്ച് ഇത് രണ്ടുപേർക്ക് കിട്ടിയില്ല. ശ്രുതിക്ക് കിട്ടി, ജിൻഷയ്ക്ക് കിട്ടി. സുഹൈറയ്ക്ക് എന്താ കിട്ടാതെ? സുഹൈറ സെറ്റ് ചെയ്യാം. റിപ്ലൈ മെറ്റീരിയൽ ഓഫ് ഒന്ന് സ്മോൾ ലെറ്റർ കൊടുത്ത് നോക്കിയേ. സ്മോൾ ലെറ്റർ കൊടുത്തേക്ക്.